അബ്സല്യൂട്ട് വാല്യൂനെ കുറിച്ച് നമുക്ക് അറിയുന്നതാണ്. നമുക്കറിയാം മോഡുലസ് ഓഫ് നമുക്ക് അല്ലെ അബ്സല്യൂട്ട് വാല്യൂ. വാട്ട് ഈസ് മോഡുലസ് ഓഫ് 1? Modulus of 1 equal to 1, modulus of minus 2 equal to 2, modulus of 0 equal to 0. So modulus of any positive number is the number itself. Modulus of minus 2, modulus of minus 2 ന്റെ എന്താണ് എന്നുള്ളതാണ്. modulus of minus 2 നെ minus 2 ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? minus of minus 2 എന്ന് എഴുതാം. Modulus of minus 2 equal to minus of minus 2. So mod x equal to x itself if x is strictly positive, minus x if x is negative, and 0 if x equal to 0. അപ്പോൾ ഇത് ഇതിന്റെ കൂടെ ഈക്വൽ ടു കൊടുത്താലും 0 മാച്ച് ആവും. 0 ആദ്യത്തിന്റെ കൂടെ വേണമെങ്കിൽ കൊടുക്കാം, രണ്ടാമത്തിന്റെ കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് അബ്സല്യൂട്ട് വാല്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ തിയറം എന്താണ്? മോഡെക്സിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഫസ്റ്റ് തിയറം അതാണ്. ഇത് വെച്ചിട്ടൊരു തിയറം വരികയാണ്. നമുക്ക് ആ തിയറം ഞാൻ പറഞ്ഞ പോലെ വളരെ ഒബ്വിയസ് ആയി തോന്നാം. മോഡ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി for all a comma b belongs to. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാല്ലേ. മോഡ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ആർ. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യും നോക്കാം. നമ്മള് ആദ്യം മോഡുലസിനെ കുറിച്ച് പറയണമെങ്കിൽ എയും ബിയും എന്താ, എയും മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് എ പോസിറ്റീവ് ആണെങ്കിൽ, മൈനസ് എ ആണ് എ നെഗറ്റീവ് ആണെങ്കിൽ. അപ്പോ ഇതിൽ ആദ്യം നമ്മൾ പറയണത് ഇഫ് എയോ ബിയോ ഒന്ന് 0 ആണെങ്കിൽ ഈ ആൻസർ കറക്റ്റ് ആണ്. ഇഫ് എ ഓർ ബി ഈസ് 0, the result is obvious. A 0 ആണെങ്കിൽ ഇതെന്താവും? ഇഫ് എ ഈക്വൽ ടു 0, എ ഇൻറ്റു ബി എന്താവും? 0 ആവും. ഇഫ് എ ഈക്വൽ ടു 0, മോഡ് 0 എന്താവും? 0. അപ്പൊ 0 ഈക്വൽ ടു 0 എന്നാവും. അപ്പൊ ഇഫ് എ ഓർ ബി ഈസ് 0, the result is trivial or obvious. പ്രൂവ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ അപ്പോ എയും ബിയും, എയോ ബിയോ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? എയും ബിയും 0 അല്ല എന്നെടുക്കുക. എയും ബിയും 0 അല്ല എന്നെടുക്കുക. അപ്പൊ എയും ബിയും 0 അല്ലെങ്കിൽ പിന്നെ എയും ബിയും എന്തൊക്കെ ആവും എന്നുള്ളതാണ്. ഒന്നുകില് അപ്പൊ കേസ്, ഓരോ കേസ് നോക്കുക. എ പോസിറ്റീവ് ആകാം, ബി പോസിറ്റീവ് ആകാം. പിന്നെ എ പോസിറ്റീവ് ആകാം, ബി നെഗറ്റീവ് ആകാം. എ നെഗറ്റീവ് ആകാം, ബി പോസിറ്റീവ് ആകാം. എ നെഗറ്റീവ് ആകാം, ബി നെഗറ്റീവ് ആകാം. ഈ നാല് കേസിലും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മളുടെ പ്രൂഫായി. അപ്പൊ ആദ്യത്തെ കേസ് നോക്കുക. എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0. കേസ് 1, a greater than 0, comma b greater than 0. What about AB? AB is strictly greater than 0. Why? If A and B are positive, the product AB is positive. Now, what about mod AB? Mod AB positive number ആണെങ്കിൽ അതിന്റെ മോഡുലസ്, ഒരു പോസിറ്റീവ് നമ്പറിന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുക? പോസിറ്റീവ് നമ്പറിന്റെ മോഡുലസ് ആ നമ്പർ തന്നെ, ആ മോഡുലസ് എടുത്തു മാറ്റിയാൽ മതി. മോഡ് 5 എന്താണ്? 5. മോഡ് 10 എന്താണ്? 10. എങ്ങനെ കിട്ടുക? ആ രണ്ടു ഭാഗത്തുള്ള മോഡുലസ് ഒഴിവാക്കിയാൽ മതി. സോ AB is positive means mod AB equal to AB itself. Now what about A? A is positive. So A and mod A are the same. A can be written as mod A. കാരണം എന്താണ്?
എ പോസിറ്റീവ് ആകുമ്പോ എയും മോഡ് എയും ഒന്നാണ്, ബി പോസിറ്റീവ് ആകുമ്പോ ബിയും മോഡ് ബിയും ഒന്നാണ്. സോ അവർ റിസൾട്ട് ഈസ് ട്രൂ ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ്, റൈറ്റ്? That's the second case. സെക്കൻഡ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ പോസിറ്റീവ് ആണ് പക്ഷേ ബി നെഗറ്റീവ് ആണ്. എ പോസിറ്റീവ് ആണ്, ബി നെഗറ്റീവ് ആണ്. Now what about എ ബി? എ പോസിറ്റീവും ബി നെഗറ്റീവ് ആണ്, എ ബി എന്താണ്? നെഗറ്റീവ് ആണ് വരിക, റൈറ്റ്? എ പോസിറ്റീവും ബി നെഗറ്റീവ് ആണെങ്കിൽ എ ബി എന്താവും? നെഗറ്റീവ് ആവും. വാട്ട് അബൌട്ട് മോഡ് എ ബി? നെഗറ്റീവ് നമ്പറിന്റെ മോഡുലസ് എങ്ങനെ കാണാ? നെഗറ്റീവ് നമ്പറിന്റെ മോഡുലസ് കാണാന് ആ നമ്പറിനോട് ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യണം. -2ന്റെ മോഡുലസ് കാണാൻ -2നോട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴാണ് പ്ലസ് ആവുക. അപ്പോ എ ബി നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ പറഞ്ഞാല് മൈനസ് ഓഫ് എ ബി ആണ്. നെഗറ്റീവ് എ ബി നെഗറ്റീവ് നമ്പർ ആണ്, അപ്പൊ മൈനസ് എടുത്താലേ പ്ലസ് ആവുള്ളൂ. അപ്പൊ മൈനസ് ഓഫ് എ ബി ആണ്. നൗ വി അഡ്ജസ്റ്റ് ദിസ്. ഈ വാല്യൂവിനെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. എ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? ഈ വാല്യൂവിനെ എ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതാം. എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? എ പോസിറ്റീവ് ആണ്, ബി നെഗറ്റീവ് ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞാല് എന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്, ബിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? മൈനസ് ബി ആണ്. സോ ദിസ് ഇസ് ട്രൂ. മൈനസ് ബി ക്യാൻ ബി മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു മൈനസ് ബി, സോ ദാറ്റ് ദിസ് ക്യാൻ ബി റിട്ടേൺ. അതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള കേസുകളും പ്രൂവ് ചെയ്യാം. ബാക്കിയുള്ള കേസുകൾ ഇനി ലാസ്റ്റ് കേസിൽ എ നെഗറ്റീവ് ആണ്, ബി നെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ എ ബി പോസിറ്റീവ് ആണെന്ന് വരും. സോ മോഡ് എ ബി ഈക്വൽ ടു എ ബി എന്ന് വരും. നൗ നമുക്ക് മോഡ് എ ഈക്വൽ ടു മൈനസ് എ ആണ്. അപ്പൊ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എ ഇൻറ്റു മൈനസ് ബി. This can be written as minus a into minus b. This is mode a and this is mode b. So അങ്ങനെ നമുക്ക് ആ 4 കേസും പ്രൂവ് ചെയ്യാം. ഇനി ഈ തിയറത്തിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, ബി പാർട്ട്. ഈ തിയറത്തിന്റെ ബി പാർട്ട് ഞാനത് അവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ബി പാർട്ടും സി പാർട്ടും ഡി പാർട്ട്. ബി പാർട്ട് എന്ന് പറഞ്ഞാല് mod a whole square equal to mod a square. Sorry, mod a whole square equal to a square. ഒരു നമ്പറിന്റെ അബ്സല്യൂട്ട് വാല്യൂന്റെ സ്ക്വയർ പറഞ്ഞാല് ആ നമ്പറിന്റെ സ്ക്വയർ തന്നെയാണ്. ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. എ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ ശരിയാണ്. മൂന്നാമത്തെ റിസൾട്ട്, ദിസ് വെരി ഇമ്പോർട്ടന്റ്. ഇഫ് c greater than or equal to 0 and then mod a less than or equal to c if and only if minus c less than or equal to a less than or equal to c. And the last one, and the last one, D, mod a minus mod a less than or equal to a less than or equal to mod a for all a belongs to. Yes. അപ്പൊ ഇത് നാലുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂഫ് വളരെ എളുപ്പമാണ്. കാരണം നമ്മളിപ്പോ എ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തത് മോഡ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ആർ എന്നാണ്. ഈ ബിക്ക് പകരം എ കൊടുത്തെന്താവും? മോഡ് എ ഇൻറ്റു എ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് എ എന്നാണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് എ ഈസ് മോഡ് എ ദ ഹോൾ സ്ക്വയർ, റൈറ്റ്? മോഡുലസിന്റെ ഉള്ളിലാണ് ഇവിടെ എയും എയും മൾട്ടിപ്ലൈ ചെയ്യണേ. മോഡുലസിന്റെ ഉള്ളിൽ എയും എയും മൾട്ടിപ്ലൈ ചെയ്ത മോഡുലസ് ഓഫ് അകത്ത് എ സ്ക്വയർ വരും. ഇവിടെ മോഡ് എയും ആണ് മൾട്ടിപ്ലൈ ചെയ്യണം. മോഡ് എ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. ഇറ്റ് ഇസ് സ്ക്വയർ ഓഫ് മോഡ് എ. നൗ വാട്ട് അബൌട്ട് മോഡ് എ സ്ക്വയർ? എ സ്ക്വയർ ഇസ് നോൺ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മോഡുലസ് കിട്ടണമെങ്കിൽ മോഡുലസിനെ ഒഴിവാക്കിയാൽ മതി. That is a square equal to mod a the whole square. So mod a square equal to a square for all a belongs to. Is true for all a belongs to. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഏത് എക്കും ഈ റിസൾട്ട്
ട്രൂ ആണ്. നെക്സ്റ്റ് തേർഡ് പാർട്ട് ആണ് mod a less than or equal, if mod a less than or equal to c, then minus c less than or equal to a less than or equal to c എന്നുള്ള റിസൾട്ട് ആണ്. c greater than 0, mod a less than or equal to c. Now mod a is either നമുക്കറിയാം mod a പോസിറ്റീവ് ആണെങ്കിൽ mod a equal to a ആണ്, a നെഗറ്റീവ് ആണെങ്കിൽ mod a equal to minus a ആണ്. So if mod a is either plus a or minus a, so since mod a is either a or minus a, we have a less than or equal to c or minus a less than or equal to c. Now that is a less than or equal to c. Now what about this minus a less than or equal to c? ഈ ഇനീക്വാലിറ്റിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇനീക്വാലിറ്റി തരിക. അപ്പൊ -1 കൊണ്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്താ a greater than or equal to -c എന്ന് കിട്ടുക. റൈറ്റ്? അപ്പോ രണ്ടാമത്തെ ഇനീക്വാലിറ്റി എന്നിട്ട് -c less than or equal to a എന്നിട്ട് ഇവിടുന്ന് ഇനി a എന്താണ് ലെസ് ദാൻ or equal to c. This is true for all a belongs to R. So if c positive and mod a less than or equal to c, minus c less than or equal to a less than or equal to c. C greater than 0 ആണോ c greater than or equal to 0 ആണോ? c greater than or equal to 0 ആണോ? അടുത്ത now ഈ c ക്ക് വരെ mod a കൊടുത്താൽ എന്താവുന്നില്ല? അടുത്ത ലാസ്റ്റ് പാർട്ട് കിട്ടണമെങ്കിൽ c ക്ക് വരെ mod a കൊടുക്കാൻ പറ്റും. c എന്താണ് പറയണത്? c greater than or equal to 0 ആണ്. അപ്പോ put c equal to mod a. mod a greater than or equal to 0 ആണ് നമുക്ക് അറിയാലോ. അപ്പൊ ഈ ഇനീക്വാലിറ്റി എന്തായി മാറും? മൈനസ് mod a less than or equal to a less than or equal to mod a. നമുക്ക് ഈ റിസൾട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇപ്പോ ഈ പറഞ്ഞത് ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇതൊക്കെ കുറച്ച് സ്പീഡിൽ പറയാനുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി റീപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയണ്ടല്ലോ. Now we are going to the most important result of this section, triangle inequality. A comma b belongs to R, then mod a plus b less than or equal to mod a plus mod b. നോക്ക ഈ പ്രൂഫ് ഇത് എയും ബി ഏത് റിയൽ നമ്പർ ആണെങ്കിലും ഇത് ട്രൂ ആണ്. പക്ഷെ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ വേറെ വഴിക്കൊന്നും പോകണ്ട. തൊട്ടു മുമ്പത്തെ റിസൾട്ട് രണ്ടു വട്ടം അപ്ലൈ ചെയ്താൽ മതി. തൊട്ടുമുമ്പത്തെ ഡി പാർട്ടിലെ റിസൾട്ട് ഇതാണ്. ഏത് റിയൽ നമ്പറും മൈനസ് മോഡ് എക്കും പ്ലസ് മോഡ് എക്കും ഇടയിലാണ്. നമുക്ക് തൊട്ടു മുമ്പ് നമ്മൾ ഡി പാർട്ടിൽ പ്രൂവ് ചെയ്ത റിസൾട്ട് ആണിത്. മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു a less than or equal to mod a നമ്മൾ തൊട്ടുമുമ്പത്തെ റിസൾട്ടിൽ പറഞ്ഞിട്ടുണ്ട്. Now ഇനി ഇത് അപ്പോ for all a belongs to R, നമ്മൾ ഈ എക്ക് പകരം ബി കൊടുത്താൽ എന്താവും? മൈനസ് മോഡ് ബി ലെസ് ദാൻ or equal to b ലെസ് ദാൻ or equal to mod b അല്ലേ? ഇതും കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്ത് എന്തിട്ടും മൈനസ് ഓഫ് മോഡ് എ പ്ലസ് മോഡ് ബി less than or equal to a plus b less than or equal to mod a plus mod b. ശരിയാണോ? അല്ലെ? ആഡ് ചെയ്യുമ്പോ ഇങ്ങനെ വരും. ഇനി mod a plus mod b ക്ക് c കൊടുക്കുക. c കൊടുത്ത എന്താ? c less than or equal to ഈ c equal to mod a plus mod b ആണ് വിചാരിക്കുക. അപ്പൊ മൈനസ് c less than or equal to a plus b less than or equal to c. അഗെയിൻ നമ്മളെ മുമ്പത്തെ റിസൾട്ട് ഉണ്ട്. നമ്മളെ തൊട്ട് മുമ്പത്തെ റിസൾട്ടിൽ പറയണത് മൈനസ് സി ലെസ് ദാൻ ഓർ എ ലെസ് ദാൻ ഓർ സി പറഞ്ഞ എന്താ അർത്ഥം? മോഡ് എ പ്ലസ് ബി മോഡ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ്.
ഓക്കെ, തൊട്ട് മുമ്പ് നോക്കാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് റിസൾട്ട്. ഒരു ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഇത് തിരിച്ചങ്ങോട്ടും പ്രൂവ് ചെയ്യാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണിത്. മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. അപ്പോ മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ ഇതായിരിക്കും. ഇത് ശരിയാണെങ്കിൽ തിരിച്ചു ആയിരിക്കും. അപ്പൊ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇങ്ങനെ എഴുതാം. അപ്പൊ ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കണം. മോഡ് എ പ്ലസ് മോഡ് ബി സി ആയിട്ട് എടുത്താല് ഇതിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നൗ വാട്ട് ഈസ് സി? That is mod A plus B less than or equal to mod A plus mod B. This result is called triangular inequality, and that proof is very important. ഇതൊരു കൊറോളറിയും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇതാണ് അടുത്ത കൊറോളറി എന്ന് പറയണ രണ്ട് റിസൾട്ടുകള്. ഒന്നാമത്തത് മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി, ആൻഡ് അടുത്തത് മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് ബി. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. കാരണം ഇത് എ പാർട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് അത് ഇമ്പോർട്ടന്റ് പ്രൂഫാണ്. നോക്കാം, എനെ എഴുതി നോക്കട്ടോ. എനെ എ ഈക്വൽ ടു എ മൈനസ് ബി പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? എനെ എ മൈനസ് ബി പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? ഇനി രണ്ടു ഭാഗത്ത് അബ്സല്യൂട്ട് വാല്യൂ എടുക്കാം. മോഡ് എ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി പ്ലസ് ബി എന്ന് കൊടുക്കാം. റൈറ്റ്? എ മൈനസ് ബി ഒരു നമ്പർ ആയിട്ടും ബി ഒരു നമ്പർ ആയിട്ട് കൊടുക്കും. അപ്പൊ ഇതിന് ട്രയാങ്കുലർ ഇനീക്വാലിറ്റി അപ്ലൈ. ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി പ്ലസ് മോഡ് ബി എന്നാണ്. ഈ മോഡ് ബിനെ ഈ ഭാഗത്തേക്ക് കൊടുന്നൂടെ? എന്താ? മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി. ദിസ് ദ ഫസ്റ്റ് ഇനീക്വാലിറ്റി. ഫോർ ദ സെക്കൻഡ് നമ്മൾ ബിയിൽ തുടങ്ങാം. ബിയിൽ തുടങ്ങുമ്പോ ബി ഈക്വൽ ടു ബി മൈനസ് എ പ്ലസ് എ എന്ന് എഴുതാം. ബി ഈക്വൽ ടു ബി മൈനസ് എ പ്ലസ് എ എന്ന് എഴുതാം. മോഡ് ബി ഈക്വൽ ടു മോഡ് ബി മൈനസ് എ പ്ലസ് എ. ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി മൈനസ് എ പ്ലസ് മോഡ് എ. അല്ലെങ്കിൽ ഇതിൽ തന്നെ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ വീണ്ടും ചെയ്യണ്ട. അതില് ഇന്റർചേഞ്ച് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ മതി. ഇന്റർചേഞ്ച് എ ആൻഡ് ബി. എയും ബി ഇന്റർചേഞ്ച് ചെയ്ത് എന്താവും? മോഡ് ബി മൈനസ് മോഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി മൈനസ് എ എന്നാവും. മോഡ് ബി മൈനസ് എ ക്യാൻ ബി റിട്ടൺ ആസ് മോഡ് മൈനസ് ഓഫ് എ മൈനസ് ബി. മോഡ് മൈനസ് എ ഈക്വൽ ടു മോഡ് എ ആണ്. മോഡ് നെഗറ്റീവ് നമ്പറിന്റെ മോഡുലസ് അത് തന്നെയാണ് അല്ലെ? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മോഡ് എ മൈനസ് ബി. അപ്പൊ നമുക്ക് കിട്ടിയത് ഇതാണ്. മോഡ് ഇതാ, ഇതിന്ന് മൈനസ് പുറത്തെടുത്ത് എന്തായിട്ട് അറിയോ? മൈനസ് ഓഫ് മോഡ് എ മൈനസ് ബി, മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്നാണ് കിട്ടിയത്. ഇവിടുന്ന് നേരത്തെ എന്താണ് കിട്ടിയത്? ആദ്യം എന്താ കിട്ടിയത്? മോഡ് ലെസ് ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ മൈനസ് ബി എന്ന് കിട്ടിയത്. അപ്പോ ശരിക്കും കിട്ടുക ഇത് രണ്ടും ചേർത്ത് വെച്ചാലേ നോക്കാം. ഇത് മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി ടി മൈനസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി ടി. ഇതിന്റെ അർത്ഥം നോക്കാം, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഓർ മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ടുഗദർ ഇംപ്ലൈസ് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാല് മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി. ബി പാർട്ട് വളരെ എളുപ്പമാണ്. ബി പാർട്ട് മോഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാല് മോഡ് എ പ്ലസ് മൈനസ് ബി എന്നല്ലേ? മോഡുലസ് എടുത്തുണ്ടാവും മോഡ് എ പ്ലസ്
മോഡ് മൈനസ് ബി